ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിൽ KMCന്റെ അവസാന ലാപ്പ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ പുതിയ പാലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദേശീയപാത 66 വികസനത്തിൽ മാളിക്കടവ് മുതൽ വെങ്ങളം വരെയാണ് നമ്മൾ കാണാൻ. വേങ്ങേരി ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് വർക്കൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈനിന്റെ പണികളും അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യമായിട്ട് ലൈൻ മാർക്കിംഗ് നടന്നത് ഇവിടെയാണ്. വേങ്ങേരി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്നത് മാളിക്കടവ് അണ്ടർപാസ് ആണ്. ഇവിടെ നിലവിൽ പഴയ ബൈപ്പാസിൽ 2 ചെറിയ അണ്ടർപാസ് ഉണ്ടായിരുന്നു, അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് പുതിയതായിട്ട് വലിയൊരു അണ്ടർപാസ് കൂടി നിർമ്മിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കും നടക്കുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ പണികൾ പൂർത്തിയാക്കാനുണ്ടായിരുന്ന 2 ഓവർപാസും അതുപോലെ തന്നെ ഒരു അണ്ടർപാസും മാത്രമായിരുന്നു. ഒന്ന് മലാപ്പറമ്പ് ഓവർപാസും വേങ്ങേരി ഓവർപാസും. വേങ്ങേരി ഓവർപാസിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. മലാപ്പറമ്പ് ഓവർപാസിന്റെ പണികൾ ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗാർഡുകൾ സ്ഥാപിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് വർക്ക് നടക്കാനിരിക്കുന്നു. എന്ന് വെച്ചാൽ പാലത്തിന്റെ പണികൾ ഇനിയും ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികളും ബാക്കിയുണ്ട് കേട്ടോ. മാളിക്കടവ് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ടാറിംഗ് വർക്ക് നടന്നിരിക്കുന്നത്. അപ്പം ആദ്യം ഈ ഭാഗത്താട്ടോ ലൈൻ മാർക്കിംഗ് നടന്നിരുന്നത്. പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു, ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒന്നും വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡിൽ കൂടെയാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ കുറെ മുൻപ് തുറന്നു കൊടുത്തിരുന്നു കേട്ടോ, പിന്നീട് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മാളിക്കടവ് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് മുഖവൂർ അണ്ടർപാസ് വരുന്നത്. അതൊന്നും ഇപ്പം നമ്മൾ കാണൂല, കാരണം നമ്മൾ മുകൾ ഭാഗത്ത് കൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നതൊക്കെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസും ഓവർപാസും എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബൈപ്പാസിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈ ഓവറുകൾ വന്നിരിക്കുന്നത്. കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യം 2 ഫ്ലൈ ഓവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവർ, പിന്നീട് തൊണ്ടയാട് ഫ്ലൈ ഓവർ. ബൈപ്പാസിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് പന്തീരങ്കാവ് ഫ്ലൈ ഓവർ വന്നു, ഹൈലൈറ്റ് മാളിന്റെ മുൻപിൽ ഫ്ലൈ ഓവർ വന്നു, പൂളാടിക്കുന്നും ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്, വെങ്ങളത്തും പുതിയതായിട്ട് ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇനി വർക്ക് നടക്കാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും BC പൂർണ്ണമായി കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറാണ്. ഈ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട്, അമ്പലപ്പടി അണ്ടർപാസ് കേട്ടോ. അതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം നേരെ നമ്മൾ അമ്പലപ്പടി അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് നേരെ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് കയറാൻ പോകുന്നത്. കണ്ട് ഈ ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അതിൻ്റെ അപ്രോച്ചിലോട് നേരെ പോയിട്ട് ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് എത്തുന്നത്. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ പാലാഴി ഫ്ലൈ ഓവറാണ്. ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്ത് വന്നിരിക്കുന്നത് 690 മീറ്ററാണ് അതിന്റെ നീളം. അതുപോലെ തന്നെ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ 540 മീറ്ററും. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്രോച്ച് റോഡിന്റെ, മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗം ഉണ്ട് നിങ്ങൾ, ഒരു ഭാഗത്ത് മാസ്റ്റിക് പാഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ക്രാഷ് ബാരിയറിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു, ഡിവൈഡറിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു, മറുഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് മാത്രമായിട്ടുള്ളൂ കേട്ടോ. ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയോ? ഒരു അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഫ്ലൈ ഓവർ പിന്നീട് നേരെ ചെന്ന് അവസാനിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറക്കാട്ടിരി പാലമുണ്ട്, അവിടെ വന്നിട്ടാണ് ഇതിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് കേട്ടോ. എന്നാലും വളരെ അധികം വേഗതയിലാണ് ഈ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, മറുഭാഗത്ത് ഇനിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള ഇവിടെ നിന്നാണ് പിന്നീട് പുറക്കാട്ടിരി പാലം തുടങ്ങുന്നത്. 186 മീറ്ററാണ് പുറക്കാട്ടിരി പാലത്തിന്റെ നീളം. അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിച്ച പാലം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് പഴയ പാലത്തിന്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറക്കാട്ടിരി പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാത ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനു മുൻപ് എല്ലാവരും ചോദിച്ചായിരുന്നു കോഴിക്കോട് ബൈപ്പാസിലെ പഴയ പാലം 2 വരിയാണ്, അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം 3 വരിപ്പാതയുമാണെന്ന്. അപ്പോൾ പഴയ പാലത്തിനോട് ചേർന്നിട്ട് വേറെ പാലം വരുമോ എന്നുള്ളത്. പുതിയതായിട്ട് പഴയ പാലത്തിനോട് ചേർന്നിട്ട് 1 വരിയുള്ള പാലം കൂടി വരുന്നുണ്ട്. ആദ്യം പല സ്ഥലത്തും രണ്ടാമതൊരു പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ബോർ പൈലിംഗ് വരെ കഴിഞ്ഞിരുന്നു. ചില സ്ഥലത്ത് പൈലിന്റെ വർക്ക് വരെ പൂർത്തീകരിച്ചു, പക്ഷെ പിന്നീട് അത് നിർത്തിവെച്ചിരിക്കുന്നു. ഇപ്പൊ രണ്ടാമതും അതിന്റെ പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ പാലം ക്ലോസ് ചെയ്തിരിക്കട്ടോ. അതിന്റെ മറുഭാഗത്തായിട്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിന് വേണ്ടിയിട്ടുള്ള ബാർജ് പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പൈൽ ഷീറ്റ് ഇറക്കിയിരിക്കുകയാണ്, അതിനുള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ പാലത്തിന് വേണ്ടി ആദ്യം തന്നെ കരകളിൽ 2 ഭാഗത്തും പീർ ക്യാപ്പിന്റെ വർക്കും നടന്നിരുന്നു. അതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാലത്തിന്റെ അതേ ഹൈറ്റിലായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിർമ്മിച്ച പൈൽ ക്യാപ്പ് ചിപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹൈറ്റ് കുറച്ചിട്ട്.
ഇതെന്താ സംഭവം നിങ്ങൾക്കറിയോ? ഇതാണ് ബാർജ് പൈലിംഗ് കഴിഞ്ഞിട്ട് പൈലുണ്ടല്ലോ, പൈൽ കേജ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് പിന്നീട് സിമെൻറ്റിൻ്റെ മിക്സ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഓരോ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പുഴയിലൊക്കെ. അപ്പോൾ ഇനി എല്ലാ പഴയ പാലത്തിനോടും ചേർന്നിട്ട് രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ട്. ഒരു ഭാഗത്ത് 3 വരിയും മറുഭാഗത്ത് നിലവിലെ പാലത്തിനോട് ചേർന്നിട്ട് 1 വരിയുമാണ് വരാൻ പോകുന്നത്. പലരും ഇതിനു മുമ്പ് ചോദിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് 6 വരിപ്പാത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 3 വരിയും മറുഭാഗത്ത് 3 വരിയുമാണ്. ഒരു ഭാഗത്ത് 3 വരിയുള്ള പാലും മറുഭാഗത്ത് 2 വരിയുള്ള പഴയ പാലും ആവുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാവുകയില്ലേ എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടല്ലോ. അതുകൂടാതെ കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്ത ഒരു പാലം പുറക്കാട്ടിരി പാലവുമാണ്. ചെറിയൊരു പാലമാണ്, 186 മീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടവിടെ നിങ്ങൾ പഴയ പീർ ക്യാപ്പ് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് വർക്ക് നടക്കുന്നത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത് പാലോറമല ജംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ നിർമ്മാണം നടത്തിയത്. ആദ്യം ഈ ഇടത് ഭാഗത്തുള്ള സ്ഥലത്താണ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ആറി പാനലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പഴയ ബൈപ്പാസിൽ ഇതേമാതിരി ചെറിയ പെഡസ്ട്രിയൻ പാസേജ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ ഇതാണ് പാലോറമല ജംഗ്ഷൻ കേട്ടോ. ഇവിടെ കണ്ട നിങ്ങൾ വലത് ഭാഗത്ത് ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡ് വൈഡനിങ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കോരപ്പുഴ വരുന്നത്. ഇവിടെ 2 എക്സിറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഇടത് ഭാഗത്ത് റോഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. വലത് ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ്. കണ്ടപ്പോൾ നമ്മൾ ഈ പോകുന്ന ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സെൻറ്ററിലെ ഡിവൈഡറിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടാണ് പൊന്തിക്കുന്നത്. ഇത് താഴത്തുള്ള സർവീസ് റോഡാണ്. അവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. ഈ പ്രദേശമാണ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയത്. കാരണം ഇവിടെ കുറേ നാൾ പണികൾ ബ്ലോക്കായി നിന്നിരുന്നു. പിന്നീട് ഫുള്ളായിട്ട് വർക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു, പെട്ടെന്ന് തീർത്തും ചെയ്തു. ഇനിയും കുറച്ച് ഭാഗം കൂടിയും വർക്ക് നടക്കാനുണ്ട്. കണ്ട ഈ പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാലവുമായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുള്ളായിട്ട് ആറി പാനൽ പൊന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ജിയോ ടെക്സ്റ്റൈൽ വിരിച്ചിട്ടാണ് മണ്ണ് നിറക്കുക കേട്ടോ. ഈ ഭാഗത്തായിരുന്നു ആദ്യത്തെ ഡിവൈഡർ ഉണ്ടായിരുന്നത് പഴയ പാലത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗം വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കട്ട് ചെയ്ത് മാറ്റുന്ന രംഗം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇടത് ഭാഗത്തേക്കാണ് ചെറുതായിട്ട് അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത്. പിന്നീട് ഈ പ്രദേശം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തുകയും ചെയ്തു. ഈ പാലോറമലയുടെയും അതുപോലെ തന്നെ കോരപ്പുഴയുടെ ഇടയിലായിട്ട് അണ്ടർപാസുകൾ 2 ഉണ്ട് കേട്ടോ. ഒരു ചെറുതും ഒരു വലുതുമായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിലവിലുള്ള ബൈപ്പാസിലുള്ളത് തന്നെയാണ്. കോരപ്പുഴൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഏകദേശം 90% പൂർത്തീകരിച്ചിട്ടുമുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയ പാലം 484 മീറ്ററാണ് കോരപ്പുഴ പാലത്തിൻ്റെ നീളം. ഇവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ അവിടെയും ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് നേരെ അങ്ങോട്ട് കോരപ്പുഴൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് പണികൾ. അതുപോലെ തന്നെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഡക്ക് ഷീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നിലവിലെ പാലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് പുതിയതായിട്ട് വേറെ പാലം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം ബാർജ് പൈലിങ്ങും ഒക്കെ കഴിഞ്ഞതാണ്. പൈൽ ക്യാപ്പിൻ്റെ വർക്ക് വരെ കഴിഞ്ഞാണ്. പിന്നീട് താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് ഇപ്പോൾ രണ്ടാമതും പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. കോരപ്പുഴ പാലത്തിൻ്റെ പണികളൊക്കെ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ ഉണ്ടല്ലോ വളരെ സ്പീഡിലാണ് നടത്തിയത്. അതുപോലെ തന്നെ അറപ്പുഴ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കട്ടെ. ഇനി അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കാനുള്ളത്. ഈ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഗ്യാബിയോൺ വാൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറി പാനലൊക്കെ വരുന്നത്. ഇവിടെയും അതേ രീതിയിൽ തന്നെയാണ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തുന്നത് കേട്ടോ. കാരണം ഈ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഗ്യാബിയോൺ വാൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വർക്കുകൾ ഇനി നടന്നു വെച്ച് കഴിഞ്ഞാൽ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കണ്ട നിങ്ങൾ ഈ പാലം കഴിഞ്ഞിട്ട് ഈ ഭാഗം കണ്ട നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് ഗ്യാബിയോൺ വാളുടെ അടിയിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറി പാനലൊക്കെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ 6 വരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. ലൈൻ മാർക്കിംഗ് വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ 6 വരിപ്പാത തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിനോടനുബന്ധിച്ചുള്ള റോഡ് പണിയൊക്കെ ബാക്കിയുണ്ടെങ്കിലും ബാക്കി പൂർണ്ണമായിട്ട് നിരപ്പായ സ്ഥലങ്ങളിൽ ടാറിങ് പണികൾ കഴിഞ്ഞെല്ലാം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കാനിരിക്കുക കേട്ടോ. അപ്പോൾ കോരപ്പുഴ പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ റീച്ചിലെ അവസാനത്തെ ഫ്ലൈ ഓവർ വരുന്നത്, വെങ്ങളം ഫ്ലൈ ഓവർ. 530 മീറ്ററാണ് വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ നീളം.
ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങണ വരെ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിൻ്റെ ഇവിടെ ഫുള്ളായിട്ട് ടാറിങ് പ്രവർത്തനം കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തും ഒരു അണ്ടർപാസ് കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആദ്യം ഇവിടെ നിലവിൽ ബൈപ്പാസിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നതാണ്. അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറും ഡിവൈഡറിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇവർ BC കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ സ്ഥലത്തും എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് നടത്തുന്നത്? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ടെക്നോളജി ഉണ്ടാവുക. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലല്ലോ. നമ്മൾ ഈ കണ്ടിട്ടുള്ള ശീലങ്ങളും അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള ആളുകളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ദേശീയപാത 66 വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പാലങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ നിർമ്മാണം ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഓരോ പ്രത്യേക തരം ടെക്നോളജികളും പുതിയ പുതിയ മെഷീനുകളൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗത്ത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നടപ്പാതയുണ്ട്. സൈഡിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തുള്ള മാതിരി ഡ്രൈനേജ് കഴിഞ്ഞിട്ട് കർബ് കഴിഞ്ഞിട്ടാണ് നടപ്പാത വന്നിരിക്കുന്നത്. കണ്ടവിടെയൊക്കെ വർക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കോഴിക്കോട് ബൈപ്പാസിലും വർക്ക് നടപ്പാതയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടവിടെയൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ അവിടെയാണ് ഈ വർക്ക് നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നീട് വാഗാടിൻ്റെ റീച്ച് തുടങ്ങുകയായി, വെങ്ങളം മുതൽ അഴിയൂർ വരെ. ഈ പ്രദേശത്തൊക്കെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറിപ്പാനിലെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ തുടർന്ന് കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നത് വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോട് ബൈപ്പാസിൽ മാളിക്കടവ് മുതൽ വെങ്ങളം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.